ഇതേ അപ്പം ഇന്നത്തെ സ്പെഷ്യലി റൂബിക്ക അച്ചാറിട്ടത്. റൂബിക്കാന്ന് റൊളബീന്ന് എന്നൊക്കെ പറയും. അപ്പം ഞാനിത് എല്ലാം റെഡിയാക്കി. അപ്പം ഞാൻ തന്നെ ഇത് നോക്കണേ കേട്ടാ. ഇതെന്ന് പറഞ്ഞാൽ എടുത്തിട്ട് അലന്ന് പോയിട്ടാ. നല്ല സുർക്കേൻ്റെയും ശർക്കരൻ്റെ ആ പുളിൻ്റെ ഒക്കെ സൂപ്പർ കേട്ടാ. ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് കാണിക്കാം കേട്ടാ. ഇത് അച്ചാറിടാം. കുറച്ച് എണ്ണ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണേ, കടുക്, കുറച്ച് ഉലുവ, ഒരു ഉണക്കമുളക് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ വേപ്പിലുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി ഉണ്ടാക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇതുപോലെ വഴറ്റിയെടുക്കാം. കുറച്ചൊന്ന് മഞ്ഞട്ടെ, ഇത് മതി കേട്ടാ. അത്രയും മതി. പൊടികളിടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് അച്ചാർ പൊടി, നമുക്കത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും സുർക്ക ഒഴിക്കണം കേട്ടോ. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് എന്നിട്ട് ഇതിലേക്ക് പൊരിയിട്ടാ കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഒരുപാട് ഇതാക്കണ്ട. ഞാനിത് അധികം വേവിക്കണ്ടല്ലോ. നല്ലോണം ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് കുറച്ച് നേരം തുറന്നു നോക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു ഇത്തിരി ശർക്കരേൻ്റെ ഇല. ഇതിൽ പുളിയൊക്കെ നല്ല പുളിയുള്ള സാധനം. പിന്നെ സുർക്കയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. എന്നിട്ടൊന്ന് ഇളക്കി വെക്കാം. എല്ലാം കൂടി നല്ലോണം ഇളക്കി ഇതിപ്പോൾ ഒരു ദിവസമൊക്കെ ഇരുന്ന് പിറ്റേന്ന് നമുക്ക് കൂട്ടാനും വെറുതെ ഒക്കെ കൂട്ടാനും പിന്നെ കഞ്ഞിക്ക ചോറിന് അങ്ങനെയൊക്കെ നമുക്ക് കൂട്ടാം. ഇപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അധികമായിട്ട് ഇതാക്കണ്ട, പേടിക്കണ്ട.